ബ്ലസ്സി സംവിധാനം ചെയ്ത് ഈ അടുത്തിടെ പുറത്തു വന്ന ആടുജീവിതം സിനിമയിൽ ജോർദാനിലെ വാദിറം മരുഭൂമിയുടെ ഭംഗിയും ഭീകരതയും നമ്മൾ കണ്ടതാണ്. ഒരേ സമയം വശ്യവും വന്യവുമായി കണ്ണെത്താ ദൂരം പരന്നു കിടക്കുന്ന ചുവന്ന മണലും മാർബിൾ മലകളും. ഏകദേശം 100 വർഷങ്ങൾക്ക് മുൻപ് ഇവിടെയാണ് തീബ് എന്നൊരു ബദോയിൻ ബാലൻ ഒറ്റപ്പെട്ടു പോകുന്നത്. തൻ്റെ സഹോദരനൊപ്പം ഈ മരുഭൂമിയിലേക്ക് എത്തിയ തീബിന് പാതി വഴിയിൽ വെച്ച് അവൻ്റെ സഹോദരനെ നഷ്ടമാകുന്നു. പിന്നീട് ആ മരുഭൂമിയിൽ അവൻ്റെ അതിജീവനത്തിൻ്റെയും അവനവിടെ കൂട്ടായി എത്തുന്നൊരു കൊള്ളക്കാരൻ്റെയും കഥയാണ് 2014 പുറത്തു വന്ന തീബ് എന്ന സിനിമ. വർഷം 1916. ഒന്നാം ലോക മഹായുദ്ധം നടന്നുകൊണ്ടിരുന്ന ഈ കാലത്ത് ഒട്ടോമൻ സാമ്രാജ്യത്തിന് കീഴിലായിരുന്ന അറേബ്യയിലെ ഹിജാസ് പ്രവിശ്യയിലാണ് ഈ കഥ നടക്കുന്നത്. വാദിറം മരുഭൂമിയുടെ പൊള്ളുന്ന ചൂടിൽ തൻ്റെ സഹോദരൻ ഹുസൈനൊപ്പം ഒട്ടകങ്ങൾക്ക് വെള്ളം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് തീബ് എന്ന ബാലൻ. ഇരുവരുടെയും മൂത്ത സഹോദരനായ ഇബ്രാഹിം മെക്കയിലേക്ക് പോകുന്ന തീർത്ഥാടകർക്കായി ഒരുക്കിയ വിശ്രമ കേന്ദ്രത്തിലെ ഒട്ടകങ്ങളെ നോക്കുക എന്നതാണ് ഇരുവരുടെയും ഒരു ദിവസത്തെ പ്രധാന ജോലി. അതിനുശേഷം അവർ രണ്ടാളും ആ മരുഭൂമിയിലേക്ക് പോകും. അവിടെ എത്തി ഹുസൈൻ തീബിനെ തോക്ക് ഉപയോഗിക്കാൻ പഠിപ്പിക്കും. കാരണം താനൊപ്പമില്ലാത്തൊരു കാലത്ത് ആ മരുഭൂമിയെ അതിജീവിക്കാൻ തൻ്റെ അനുജനത് പഠിച്ചേ മതിയാവൂവെന്ന് ഹുസൈൻ അറിയാമായിരുന്നു. എങ്കിലും അവൻ തീബിന് കൊടുത്തിരുന്ന തോക്കുകളിൽ ബുള്ളറ്റുകൾ ഉണ്ടായിരുന്നില്ല. കാരണം ഇപ്പോഴും തോക്ക് നേരെ പിടിക്കാൻ പോലും തീബിന് അറിയില്ലായിരുന്നു. മരുഭൂമിയിലെ ആ പരിശീലനത്തിനിടയ്ക്ക് പലപ്പോഴും അവർ തങ്ങളുടെ അച്ഛനെക്കുറിച്ച് സംസാരിക്കും. അച്ഛൻ എപ്പോഴും തങ്ങളോട് പറയാറുള്ള വാക്കുകൾ അവർ ഓർത്തെടുക്കും. ചെന്നായ്ക്കളോട് കൂട്ടുകൂടരുത്, നമ്മൾ മരിക്കുമ്പോൾ അവർ ചിരിക്കും. അച്ഛൻ പറഞ്ഞിരുന്നത് ചെന്നായ്ക്കളെക്കുറിച്ചല്ല, മറിച്ച് ചതിയന്മാരും നീചന്മാരുമായ മനുഷ്യരെക്കുറിച്ചാണ് എന്ന് മനസ്സിലാക്കാനുള്ള വിവേകം തീബിനുണ്ടായിരുന്നു. അതെപ്പോഴും അവൻ്റെ ഓർമ്മയിൽ ഉണ്ടായിരിക്കാൻ വേണ്ടിയായിരിക്കണം അച്ഛൻ അവന് തീബ് എന്ന് പേരിട്ടത്. ആ പേരിനർത്ഥം ചെന്നായ എന്നാണ്. തലമുറകളായി തീർത്ഥാടകർക്ക് വഴികാട്ടുന്ന ജോലി ചെയ്യുന്നവരാണ് തീബിൻ്റെ കുടുംബം. അതുകൊണ്ട് തന്നെ ആ മരുഭൂമി അവർക്ക് അപരിചിതമല്ല. ആ മരുഭൂമിയുടെ മുക്കും മൂലയും ഹുസൈന് നന്നായി അറിയാം. പക്ഷെ തീർത്ഥാടകരെയുമായി അവിടേക്ക് പോകുമ്പോൾ അവൻ തീബിനെ കൂടെ കൂട്ടാറില്ല. കാരണം അവിടെ അച്ഛൻ പറഞ്ഞ ചെന്നായ്ക്കളുണ്ട് എന്ന് അവൻ അറിയാമായിരുന്നു. അങ്ങനെ ഒരു രാത്രി അവർ ആ വിശ്രമ കേന്ദ്രത്തിൽ ഇരിക്കുമ്പോഴാണ് അവിടേക്ക് 2 അതിഥികൾ എത്തുന്നത്. ഒന്ന് തങ്ങളുടെ കുടുംബ സുഹൃത്തായ മാർജിയാണ്. അയാൾക്കൊപ്പം എത്തിയ മറ്റൊരാളെ തീബ് മുൻപ് കണ്ടിട്ടില്ല. അയാളെ എന്നല്ല, അതുപോലെ വിചിത്രമായ വസ്ത്രം ധരിച്ച ഒരാളെയും തീബ് മുൻപ് കണ്ടിട്ടേയില്ല. അവിടെ ഉണ്ടായിരുന്ന അറബികളുടെ സംസാരത്തിൽ നിന്ന് അയാൾ ഒരു ഇംഗ്ലീഷ് പട്ടാളക്കാരനാണ് എന്ന് തീബിന് മനസ്സിലായി. അപ്പോഴേക്കും ഇബ്രാഹിം ഹുസൈനെയും തീബിനെയും ഭക്ഷണമുണ്ടാക്കാനായി പറഞ്ഞയച്ചു. അവർ നേരെ പോകുന്നത് അവിടുത്തെ ആട്ടിൻകൂട്ടിലേക്കാണ്. അവിടെ ഉണ്ടായിരുന്ന ആടുകളിലൊന്നിനെ തിരഞ്ഞെടുത്ത് അറുക്കാൻ തുടങ്ങുമ്പോൾ മുൻപത്തെ പോലെ നീ ചെയ്യുന്നോ എന്ന് ഹുസൈൻ തീബിനോട് ചോദിച്ചു. ഞാൻ ചെയ്തോളാമെന്ന് പറഞ്ഞ് കത്തിയൊക്കെ മേടിച്ചെങ്കിലും എല്ലാ തവണത്തെയും പോലെ ഇപ്രാവശ്യവും തീബിനതിന് കഴിഞ്ഞില്ല. അവൻ ആ കത്തി തിരികെ ഹുസൈനെ ഏൽപ്പിച്ചു. അങ്ങനെ അവർ ആ ആടിനെ അറുത്ത് ഭക്ഷണമുണ്ടാക്കി അറബികൾക്കും ആ ഇംഗ്ലീഷുകാരനും വിളമ്പി. അവർ ഭക്ഷണം കഴിക്കുമ്പോഴെല്ലാം തീബ പട്ടാളക്കാരനെ തന്നെയാണ് നോക്കിക്കൊണ്ടിരുന്നത്. ഭക്ഷണത്തിന് ശേഷം അവരുടെ അച്ഛൻ ഷെയ്ഖ് ഹമൂദിനെ കുറിച്ചാണ് മാർജി അവരോട് ചോദിച്ചത്. തങ്ങളുടെ അച്ഛൻ മരിച്ച വിവരം അയാൾ അറിഞ്ഞിരുന്നില്ല. ആ സംസാരത്തിനിടയ്ക്ക് ആ പട്ടാളക്കാരൻ മാർജിക്കും ഇബ്രാഹിമിനും സിഗരറ്റുകൾ നൽകി. അപ്പോൾ അതെന്താണ്, അയാൾ എന്താണ് പറയുന്നതെന്നൊക്കെ തീബ് ഹുസൈനോട് ചോദിക്കുന്നുണ്ട്. അതൊന്നുമില്ല, നീ വീട്ടിൽ അമ്മയുടെ അടുത്തേക്ക് പോയിക്കോളാൻ ഹുസൈൻ പറഞ്ഞിട്ടും തീബ് അന്ന് രാത്രി വീട്ടിൽ പോയില്ല. അന്ന് രാത്രിയിൽ ഉറക്കമുണർന്ന് നോക്കുമ്പോൾ ആ പട്ടാളക്കാരൻ ഉറക്കത്തിൽ അയാളുടെ പോക്കറ്റ് വാച്ച് കയ്യിൽ മുറുകെ പിടിച്ചിരിക്കുന്നതാണ് തീബ് കണ്ടത്. അത് തീർച്ചയായും വളരെ വിലപ്പെട്ടതായിരിക്കണം. അതാവും അയാളത് മുറുക്കി പിടിച്ചിരിക്കുന്നത്. അതിനെക്കുറിച്ച് അയാളോട് ചോദിക്കണമെന്നൊക്കെ തീബിനപ്പോൾ തോന്നിയതാണ്. പക്ഷെ അവനത് ചോദിച്ചില്ല. ആ വാച്ചിൽ മാത്രമല്ല, അയാൾ കൊണ്ടുവന്ന ഓരോ സാധനങ്ങളിലും അവന് വളരെ കൗതുകമായിരുന്നു. പ്രത്യേകിച്ചും അയാൾ കൊണ്ടുവന്ന ഒരു ചെറിയ മരപ്പെട്ടിയിൽ. എന്നാൽ അവൻ ആ പെട്ടിയിൽ തൊട്ടതും ആ പട്ടാളക്കാരൻ അവനെ വഴക്ക് പറഞ്ഞ് അവിടെ നിന്ന് ഓടിച്ചു വിട്ടു. അതോടെ അതിൽ വിലപിടിപ്പുള്ളത് എന്തോ ഉണ്ട് എന്ന് തീബ് ഉറപ്പിച്ചു. അങ്ങനെ അന്ന് മാർജി ഇബ്രാഹിമിനോട് സംസാരിക്കുന്നത് തീബ് ഒളിഞ്ഞിരുന്ന് കേട്ടു. ആ ഇംഗ്ലീഷ് പട്ടാളക്കാരൻ്റെ പേര് എഡ്വേർഡ് എന്നായിരുന്നു. അയാൾക്ക് ആ മരുഭൂമിക്ക് നടുവിലുള്ള റോമൻ വെൽ എന്നറിയപ്പെടുന്ന ഒരു കിണറിനടുത്തേക്കായിരുന്നു പോവേണ്ടിയിരുന്നത്. അവിടേക്ക് തങ്ങളെ വഴി കാണിക്കണമെന്നാണ് മാർജി ഇബ്രാഹിമിനോട് പറഞ്ഞത്. അറബ് വിപ്ലവകാരികളോടൊപ്പം ചേർന്ന് ബ്രിട്ടൻ ആ മേഖലയിൽ ഒട്ടോമൻ തുർക്കികൾക്കെതിരെ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു അത്. മാർജി പറഞ്ഞ റോമൻ കിണറിനടുത്തായിട്ടായിരുന്നു
ഒട്ടോമൻ തുർക്കികളുടെ തന്ത്രപ്രധാനമായ ഹിജാസ് റെയിൽവേ സ്റ്റേഷൻ നിലകൊണ്ടിരുന്നത്. അവിടേക്കാണ് പോവേണ്ടതെന്ന് അറിഞ്ഞപ്പോൾ തന്നെ ഇബ്രാഹിം ഒഴിവ് പറഞ്ഞു. നിങ്ങൾ പറയുന്ന ഈ റെയിൽപാതയുടെ അടുത്തുകൂടി ഇപ്പോൾ തീർത്ഥാടകർ പോകാറില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങളും ആ വഴി സഞ്ചരിക്കാറില്ല. മാത്രമല്ല പ്രദേശം മുഴുവൻ കൊള്ളക്കാരാണ്. അതുവഴി പോകുന്നത് ഒട്ടും സുരക്ഷിതമല്ല. പക്ഷേ മാർജി വിടുന്ന ലക്ഷണമില്ല. എങ്ങനെയെങ്കിലും തങ്ങളെ അവിടേക്ക് എത്തിക്കാമോ എന്നാണ് അയാൾ ചോദിക്കുന്നത്. മാർജിയുടെ നിർബന്ധത്തിന് വഴങ്ങി ഒടുവിൽ ഹുസൈനെ അവർക്കൊപ്പം പറഞ്ഞയക്കാമെന്ന് ഇബ്രാഹിം സമ്മതിച്ചു. അങ്ങനെ സമയം ഒട്ടും പാഴാക്കാതെ അവർ ആ കിണറിനടുത്തേക്ക് പുറപ്പെടാൻ ഒരുങ്ങി. അപകട മേഖലയായതുകൊണ്ട് തന്നെ അവിടേക്ക് പോവാൻ ഹുസൈൻ ദീപിനെ കൂടെ കൂട്ടിയില്ല. പക്ഷെ അവന് അവർക്കൊപ്പം പോകണമെന്നുണ്ടായിരുന്നു. അതുകൊണ്ട് അവരുടെ പിന്നാലെ പോവാൻ തന്നെ ദീപ് തീരുമാനിച്ചു. ഒട്ടകപ്പുറത്തേറി മരുഭൂമിയിലേക്ക് പോയ ഹുസൈനും സംഘത്തിനും പിന്നാലെ കഴുതപ്പുറത്തേറി ദീപും അവരെ പിന്തുടർന്നു. പക്ഷെ ഒട്ടകങ്ങളുടെ വേഗത ആ കുഞ്ഞു കഴുതയ്ക്കുണ്ടായിരുന്നില്ല. കുറച്ചു ദൂരം ചെന്നപ്പോൾ തന്നെ അത് തളർന്നവിടെ നിന്നു. അതോടെ ഹുസൈനും സംഘവും ദീപിന്റെ കണ്ണിൽ നിന്ന് മറഞ്ഞു. ദീപ് ആ കഴുതയെ അവിടെ തന്നെ നിർത്തി ഒട്ടകങ്ങളുടെ കാൽപ്പാട് പിന്തുടർന്ന് ആ മരുഭൂമിക്ക് നടുവിലേക്ക് ഓടി. അങ്ങനെ പിന്നെയും മണിക്കൂറുകൾ നടന്നു മോടിയും അവനൊരിടത്തെത്തിയപ്പോൾ ദൂരെ ഒരു തീ കണ്ടു. അത് ഹുസൈനാണെന്ന് മനസ്സിലാക്കി ദീപ് അവനടുത്തേക്ക് ഓടി. പിറ്റേന്ന് യാത്ര തുടങ്ങും മുൻപ് എഡ്വേർഡ് ഹുസൈനുമായി സംസാരിക്കുന്നത് ദീപ് കണ്ടു. നിങ്ങളുടെ അനിയനെ തിരിച്ചു പറഞ്ഞു വിടണമെന്നാണ് എഡ്വേർഡ് പറയുന്നത്. പക്ഷേ ഇനി തിരിച്ചവനെ എങ്ങനെയാണ് ഒറ്റയ്ക്ക് പറഞ്ഞു വിടുന്നത്? ഹുസൈൻ അവനെ തിരിച്ചു കൊണ്ടാക്കാൻ പോയാൽ ഇനിയും കിണറിനടുത്തേക്ക് എത്താൻ പിന്നെയും ഒരുപാട് വൈകും. അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ടുള്ള യാത്രയിൽ ദീപിനെയും കൂടെ കൂട്ടാൻ അവർ മൂവരും തീരുമാനിച്ചു. അങ്ങനെ ഹുസൈൻ്റെ ഒട്ടകപ്പുറത്തേറി ദീപും അവർക്കൊപ്പം യാത്ര തുടങ്ങി. ദീപ് ഇതുവരെയും ഈ വഴികളിലൂടെയൊന്നും വന്നിട്ടില്ല. പല നിറത്തിലുള്ള പാറകൾ അടുക്കി വെച്ച പർവ്വതം കണക്കുള്ള പാറക്കെട്ടുകൾക്കിടയിലൂടെ അവർ യാത്ര തുടർന്നു. എന്നാൽ ആ പുതിയ സ്ഥലത്തുകൂടി സഞ്ചരിക്കുമ്പോഴും ദീപിന് കൗതുകം ആ പട്ടാളക്കാരനിലും അയാളുടെ വസ്തുക്കളിലുമായിരുന്നു. ഒടുവിൽ അന്ന് ആ താഴ്വരയിൽ വിശ്രമിക്കുമ്പോൾ എഡ്വേർഡ് തൻ്റെ പോക്കറ്റ് വാച്ച് അവന് കാണിച്ചു കൊടുത്തു. ആ വാച്ചിൽ അയാളുടെ ഭാര്യയുടെ ചിത്രമുണ്ടായിരുന്നു. പക്ഷെ എന്തുകൊണ്ടാണ് അയാൾ അത് മുറുകെ പിടിച്ചത് എന്ന് അവനിപ്പോഴും മനസ്സിലായില്ല. ദീപ് കരുതിയത് അത് സ്വർണം കൊണ്ടുള്ളതാണ് എന്നാണ്. അങ്ങനെ ആ രാത്രി അവിടെ തങ്ങി പിറ്റേന്നവർ വീണ്ടും യാത്ര തുടർന്നു. ഇടയ്ക്ക് ഭക്ഷണം കഴിക്കാനായി ഒരു മലയിടുക്കിൽ നിർത്തിയപ്പോഴാണ് ദീപ് ഹുസൈനോട് ആ പെട്ടിയെക്കുറിച്ച് ചോദിക്കുന്നത്. അതെടുത്തു നോക്കിയപ്പോൾ ആ പട്ടാളക്കാരൻ എന്നെ വഴക്കു പറഞ്ഞു എന്ന് ദീപ് പറഞ്ഞപ്പോൾ ഹുസൈൻ അവനെ ശാസിച്ചു. നീ എന്തിനാണ് അതൊക്കെ പോയി എടുത്തു നോക്കുന്നത്? ചിലപ്പോൾ അയാളതിൽ വല്ല സ്വർണവും കൊണ്ടുപോകുന്നുണ്ടെങ്കിലോ? ഇത് പറഞ്ഞ് അവിടെ മാപ്പ് നോക്കിക്കൊണ്ടിരുന്ന എഡ്വേർഡിന് ഭക്ഷണവുമായി ഹുസൈൻ അവിടേക്ക് പോയപ്പോൾ ദീപ് വീണ്ടും എഴുന്നേറ്റ് ആ പെട്ടിക്കടുത്തേക്ക് ചെന്നു. അതവൻ തുറക്കാൻ നോക്കുന്ന കണ്ട ഉടനെ എഡ്വേർഡ് അവിടേക്കെത്തി അവനെ വീണ്ടും വഴക്ക് പറഞ്ഞ് അവിടെ നിന്ന് പിടിച്ചു മാറ്റി. അതിൻ്റെ പേരിൽ ഹുസൈൻ അയാളുമായി തർക്കിച്ചെങ്കിലും അവൻ വീണ്ടും ദീപിനെ ശകാരിച്ചു. നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ അയാളുടെ സാധനങ്ങളിൽ തുടരുത് എന്ന്. നമുക്കെന്തിനാണ് മറ്റുള്ളവരുടെ സാധനങ്ങൾ? ഹുസൈൻ ഇങ്ങനെ അവനെ വഴക്ക് പറഞ്ഞപ്പോൾ ഇനി ചെയ്യില്ല എന്ന് ദീപ് സമ്മതിച്ചു. അങ്ങനെ ഭക്ഷണശേഷം അവർ വീണ്ടും ഒട്ടകപ്പുറത്തേറി മുന്നോട്ട് പോയി. അങ്ങനെ കുറച്ചു മണിക്കൂറത്തെ യാത്രയ്ക്കൊടുവിൽ അവർ ആ കിണറിനടുത്തേക്കെത്തി. എന്നാൽ അവിടെ കാത്തു നിൽക്കാമെന്ന് പറഞ്ഞവരാരും അവിടെ ഉണ്ടായിരുന്നില്ല. പക്ഷേ അവിടെ ആളുകൾ വന്നു പോയതിൻ്റെ കാൽപ്പാടുകളുണ്ട്. എന്തു തന്നെയായാലും നന്നേ ദാഹിച്ചിരുന്ന എഡ്വേർഡ് ആ കിണറ്റിലെ വെള്ളം കോരി മുഖം കഴുകിയതും അയാൾ ഞെട്ടിത്തെറിച്ചുപോയി. ആ കിണറ്റിൽ വെള്ളത്തിന് പകരം രക്തമായിരുന്നു ഉണ്ടായിരുന്നത്. ആ കിണറിനുള്ളിൽ കുറച്ചു മനുഷ്യരെ കൊന്നിട്ടിരിക്കുകയായിരുന്നു. അത് കണ്ട് പേടിച്ചു നിന്ന ദീപിനെയും വിളിച്ചുകൊണ്ട് ഹുസൈൻ തങ്ങളുടെ ഒട്ടകങ്ങൾക്കടുത്തേക്ക് ഓടി. എന്നാൽ അപ്പോഴാണ് അല്പം ദൂരം നിന്ന് കുറച്ച് ആളുകൾ തങ്ങളെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് അവർക്ക് മനസ്സിലായത്. മാർജി മുന്നോട്ട് നിന്ന് കുറച്ച് മണൽ കയ്യിലെടുത്ത് അത് താഴേക്കിട്ടു. തങ്ങളെ കാത്തുനിന്ന ആളുകളാണെങ്കിൽ ആ സൂചന കണ്ട് മുന്നോട്ട് വരേണ്ടതാണ്. പക്ഷെ ഒട്ടകപ്പുറത്തിരുന്ന ആ മനുഷ്യർ അവിടെ നിന്ന് അനങ്ങിയില്ല. ഇതോടെ മാർജി അവിടെ നിന്ന് വേഗം രക്ഷപ്പെടാമെന്ന് പറഞ്ഞു. നമ്മൾ തേടി വന്നവരെ കണ്ടെത്തേണ്ടേ എന്ന് എഡ്വേർഡ് ചോദിച്ചപ്പോൾ നമ്മൾ തേടി വന്നവരാണ് ആ കിണറ്റിൽ മരിച്ചു കിടക്കുന്നത് എന്നാണ് മാർജി പറഞ്ഞത്. അങ്ങനെ അവിടെ നിന്ന് രക്ഷപ്പെട്ട് അവർ രാത്രിയോടെ ഒരു പാറയിടുക്കിൽ വന്നൊളിച്ചിരുന്നു. അവിടെ വെച്ച് മാർജിയും എഡ്വേർഡും തമ്മിൽ തർക്കിക്കുന്നുണ്ട്. ഹുസൈനെയും ദീപിനെയും ഇവിടെ നിർത്തി തനിക്കൊപ്പം വരണമെന്നാണ് എഡ്വേർഡ് അയാളോട് പറയുന്നത്. പക്ഷേ ഈ മരുഭൂമിക്ക് നടുവിൽ അവരെ ഉപേക്ഷിച്ച് മുന്നോട്ട് പോകാൻ മാർജി തയ്യാറായിരുന്നില്ല. നമ്മളല്ലേ അവരെ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവന്നത്. അവരെ ഉപേക്ഷിച്ച് നമുക്ക് എങ്ങനെയാണ് മുന്നോട്ട് പോകാൻ കഴിയുക? നമുക്കവർക്കൊപ്പം തിരിച്ചു പോകാമെന്നാണ് മാർജി പറഞ്ഞത്. പക്ഷേ എഡ്വേർഡ് അത് സമ്മതിച്ചില്ല. അയാൾക്ക് ആ സ്റ്റേഷനിലേക്ക് പോകണമെന്നാണ് അയാൾ വാശി പിടിക്കുന്നത്. ഇപ്പോൾ ഈ രണ്ട് കുട്ടികളുടെ സുരക്ഷയോർത്ത് എനിക്കിതിൽ നിന്ന് പിന്തിരിയാൻ കഴിയില്ല.
ഞാൻ ആ സ്റ്റേഷനിലേക്ക് എത്തിയില്ലെങ്കിൽ ഒട്ടോമൻ തുർക്കികൾ ആയുധങ്ങളുമായി അവരുടെ ട്രെയിനുകൾ ഇവിടേക്ക് അയക്കും. അവർ നിന്റെ സഹോദരങ്ങളെ കൂട്ടക്കൊല ചെയ്യുമെന്നാണ് എഡ്വേർഡ് പറഞ്ഞത്. അങ്ങനെ അയാൾക്കൊപ്പം പോവാൻ തന്നെ മാർജി തീരുമാനിച്ചു. പക്ഷേ മുന്നോട്ടുള്ള പാത അപകടം പിടിച്ചതാണ്. അതുകൊണ്ട് തന്നെ ഹുസൈനോടും ദീപിനോടും തങ്ങൾക്കൊപ്പം വരണ്ട എന്നാണ് മാർജി പറഞ്ഞത്. അയാൾക്ക് അവരെ ഒറ്റയ്ക്ക് പറഞ്ഞുവിടാൻ പേടിയായിരുന്നുവെങ്കിലും മുന്നോട്ട് പോകുന്നത് അതിലും ആപത്താണ് എന്നുള്ളതുകൊണ്ട് ഹുസൈനെയും അനിയനെയും അവിടെ തന്നെ നിർത്തി എഡ്വേർഡിനൊപ്പം അയാൾ യാത്ര തുടങ്ങി. പക്ഷെ തങ്ങളൊപ്പം പോയില്ലെങ്കിൽ എഡ്വേർഡും മാർജിയും ആ മരുഭൂമി താണ്ടില്ല എന്ന് ഹുസൈൻ അറിയാമായിരുന്നു. കാരണം എവിടെയാണ് കിണറുകൾ ഉള്ളത് എന്നോ വെള്ളമുള്ളത് എന്നോ മാർജിക്ക് അറിയില്ലായിരുന്നു. അതറിയാതെ മുന്നോട്ട് പോകുന്നത് അപകടമാണെന്നറിയാമായിരുന്നിട്ടും തങ്ങളുടെ സുരക്ഷയോർത്താണ് മാർജി ആ സാഹസത്തിന് മുതിർന്നത്. തങ്ങളോട് കനിവ് കാണിച്ച ആ മനുഷ്യനെ മരണത്തിലേക്ക് പറഞ്ഞുവിടാൻ മനസ്സു വരാതെ ദീപിനെയുമായി ഹുസൈൻ അവരെ പിന്തുടർന്നു ചെന്നു. അങ്ങനെ അവർക്കൊപ്പം ചേർന്ന് പിന്നെയും മണിക്കൂറുകൾ നീണ്ട യാത്രയ്ക്കൊടുവിൽ അവർ മറ്റൊരു കിണറിനടുത്തേക്കെത്തി. മുന്നിൽ ചെന്ന് അവിടെ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് ഉറപ്പിച്ച ശേഷമാണ് മാർജി അവരെ അവിടേക്ക് വിളിച്ചത്. 3 വശങ്ങളിലും വലിയ പാറക്കെട്ടുകളാൽ ചുറ്റപ്പെട്ട ആ സ്ഥലത്ത് തന്നെ രാത്രി കഴിച്ചുകൂട്ടാമെന്നാണ് അവർ തീരുമാനിച്ചത്. അങ്ങനെ ആ കിണറിനടുത്തെത്തി അവർ വെള്ളം കുടിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് എഡ്വേർഡിന് വെടിയേൽക്കുന്നത്. എന്താണ് സംഭവിക്കുന്നതെന്ന് അവർക്ക് മനസ്സിലാകും മുന്നേ അവർക്ക് നേരെ വെടിയുണ്ടകൾ പാഞ്ഞു വരാൻ തുടങ്ങി. ആ മലയിടുക്കിൽ ഒളിച്ചിരുന്നൊരു കൊള്ളസംഘമായിരുന്നു അവർക്ക് നേരെ വെടിയുതിർത്തത്. ഉടൻ തന്നെ ദീപിനെ ഒരു പാറയ്ക്ക് പിന്നിൽ ഒളിച്ചിരുത്തി ഹുസൈനും മാർജിയും തിരിച്ചും വെടിവെക്കാൻ തുടങ്ങി. എന്നാൽ അതിനിടയ്ക്ക് വെടിയേറ്റ് വീണ എഡ്വേർഡിനെ അവിടെ നിന്ന് വലിച്ചു മാറ്റാൻ ശ്രമിക്കുന്നതിനിടയ്ക്ക് മാർജിയും അവിടെ വെടികൊണ്ടു വീണു. തങ്ങളെ ആക്രമിച്ച കൊള്ളക്കാരിൽ 2 പേരെ വെടിവെച്ചിട്ട ശേഷം ഹുസൈൻ മാർജിക്കടുത്തേക്ക് എത്തുമ്പോഴേക്കും അയാളും മരിച്ചു കഴിഞ്ഞിരുന്നു. അതോടെ അയാളുടെ തോക്കുമെടുത്ത് ദീപിനെയുമായി ഹുസൈൻ ഒട്ടകങ്ങൾക്കടുത്തേക്ക് ഓടിയെങ്കിലും അപ്പോഴേക്കും ബാക്കിയുള്ള കൊള്ളക്കാരും അവിടേക്ക് എത്തിക്കഴിഞ്ഞിരുന്നു. ഇനി ഒട്ടകപ്പുറത്തേറി അവിടെ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ദീപിനെയുമായി ഹുസൈൻ ആ പാറക്കെട്ടുകൾക്ക് മുകളിലേക്ക് ഓടിക്കയറി. പാറക്കെട്ടിന് മുകളിൽ ഒളിച്ചിരുന്ന ഹുസൈനെയും ദീപിനെയും കണ്ടെത്താൻ കഴിയാഞ്ഞതോടെ അവർ ആ ഒട്ടകങ്ങളെ പരിശോധിക്കാൻ തുടങ്ങി. ഒട്ടകങ്ങളെയുമായി അവർ അവിടെ നിന്ന് പോയാൽ തങ്ങൾക്ക് തിരികെ വീട്ടിലേക്ക് എത്താൻ കഴിയില്ല എന്നറിയാവുന്ന ഹുസൈൻ ഒട്ടകങ്ങളെ പരിശോധിച്ചു കൊണ്ടിരുന്ന കൊള്ളക്കാരന് നേരെ വെടിവെച്ചു. കാലിന് വെടിയേറ്റ് അയാൾ അവിടെ വീണപ്പോൾ ഹുസൈനും ദീപും എവിടെയാണ് ഒളിച്ചിരിക്കുന്നതെന്നറിയാതെ ആ കൊള്ളക്കാർ ആ പാറകൾക്ക് പിന്നിൽ ഒളിച്ചു. ആ മലയിടുക്കിന്റെ 2 വശങ്ങളിലായി ഒളിഞ്ഞിരിക്കുന്ന കൊള്ളക്കാർ പരസ്പരം ഉറക്കെ സംസാരിക്കുന്നത് ഇപ്പോൾ അവർക്ക് കേൾക്കാം. 2 കുട്ടികളാണ് തങ്ങൾക്ക് നേരെ വെടിവെക്കുന്നത് എന്ന് അവർക്ക് മനസ്സിലായിരുന്നു. എങ്കിലും അവരെവിടെയാണ് ഒളിഞ്ഞിരിക്കുന്നതെന്ന് മാത്രം അവർക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല. നിന്റെയൊക്കെ സമയം അടുത്തു കഴിഞ്ഞിരിക്കുന്നു, രാത്രിയാവട്ടെ നിന്നെയൊക്കെ പിടിച്ചുകൊള്ളാമെന്ന് ആ കൊള്ളക്കാരവിടെ നിന്ന് വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. അത് കേട്ട് പേടിച്ചിരുന്ന ദീപിനെ ഹുസൈൻ ആശ്വസിപ്പിക്കുന്നുണ്ട്. ഞാനിവിടെ ഉള്ളപ്പോൾ നീ പേടിക്കണ്ട, നമ്മളെ അവർക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അങ്ങനെ സൂര്യൻ അസ്തമിച്ചു. ചുറ്റിലും ഇരുട്ട് വീണ് കഴിഞ്ഞപ്പോൾ ആ കൊള്ളക്കാരുടെ ശബ്ദം അവർ വീണ്ടും കേൾക്കാൻ തുടങ്ങി. കുഞ്ഞാടുകളെ, നിങ്ങൾ ഉറങ്ങിയോ? ഉറങ്ങാതെ നിങ്ങളുടെ ജീവന് വേണ്ടി പ്രാർത്ഥിക്കാനാണ് അക്കൂട്ടത്തിൽ ഒരാൾ വിളിച്ചു പറഞ്ഞത്. ഇരുട്ടായതുകൊണ്ട് തന്നെ ചുറ്റുമുള്ളതൊന്നും ഹുസൈന് കാണാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. കൊള്ളക്കാരങ്ങനെ പറയുന്നത് കൂടി കേട്ടപ്പോൾ എന്തെങ്കിലും സംഭവിച്ചാൽ ഈ മലമുകളിലേക്ക് ഓടിക്കയറിക്കൊള്ളണമെന്ന് ഹുസൈൻ ദീപിനോട് പറഞ്ഞു. ആരുമില്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ടേ തിരിച്ച് ഈ കിണറിനടുത്തേക്ക് വരാവൂ. തൻ്റെ സഹോദരൻ്റെ കണ്ണുകളിൽ അത്രയും നേരമുണ്ടായിരുന്ന ധൈര്യം ഇപ്പോൾ ദീപിന് കാണാൻ കഴിഞ്ഞില്ല. അപ്പോഴേക്കും ഇരുട്ടിൻ്റെ മറ പറ്റി അവിടേക്കെത്തി അവരെ കണ്ടെത്തിയ കൊള്ളക്കാരിലൊരാൾ അവർക്ക് നേരെ വെടിവെച്ചു കഴിഞ്ഞിരുന്നു. എങ്കിലും ആ വെടിയേൽക്കാതെ അവർ താഴേക്കിറങ്ങി ഓടിയതും കാലിന് പരിക്കേറ്റ് കിടന്നിരുന്ന ആ കൊള്ളക്കാരൻ ഹുസൈനെ വെടിവെച്ചിട്ടു. അയാൾ തന്നെ പിടിക്കാൻ വന്നപ്പോൾ കുതറി മാറിയ ദീപ് വീഴുന്നതാകട്ടെ ആ കിണറ്റിലേക്കാണ്. വെള്ളത്തിൽ മുങ്ങിത്താഴാതെ ആ കിണറ്റിലെ കയറിൽ പിടിച്ചു കിടക്കുമ്പോൾ കുഞ്ഞാടുകളിലൊന്ന് കിണറ്റിൽ വീണുപോയല്ലോ എന്ന് പറഞ്ഞ് ചിരിക്കുന്ന കൊള്ളക്കാരുടെ ശബ്ദം അവന് കേൾക്കാമായിരുന്നു. അതിനുശേഷം അവരിലെ ഒരാൾ അവിടേക്ക് വന്ന് ദീപ് പിടിച്ചിരുന്ന കയറ് അറുത്തു കളഞ്ഞു. കുഞ്ഞാടിനെ കുറച്ച് വെള്ളം കുടിച്ച് മരിക്കട്ടെ എന്ന് പറഞ്ഞ് അവർ വീണ്ടും ചിരിച്ചു. പക്ഷേ വെള്ളത്തിൽ വീണുപോയ ദീപ് അവിടുത്തെ പാറയിൽ പിടിച്ചു കിടക്കുമെന്ന് അവർ കരുതിയിരുന്നില്ല. അവൻ ആ കൊള്ളക്കാർ കാണാതെ ആ പാറയുടെ വിടവിലേക്ക് കയറിയിരുന്നു. പിന്നെയും ഒരുപാട് നേരം അവൻ അനങ്ങാതെ അവിടെ തന്നെ ഇരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ ഒട്ടകങ്ങളെയും തെളിച്ച് കൊള്ളക്കാരവിടെ നിന്ന് പോകുന്ന ശബ്ദം അവൻ കേട്ടു. അപ്പോഴും അവനവിടെ നനങ്ങിയില്ല. പിറ്റേന്ന് ഉച്ചവരെയും അവൻ ആ കൊള്ളക്കാരുടെ ശബ്ദത്തിനായി കാതോർത്തു. ഒടുവിൽ അവർ അവിടെ നിന്ന് പോയി എന്നുറപ്പിച്ച് അവൻ ആ കിണറ്റിലെ പാറകളിൽ പിടിച്ച് മുകളിലേക്ക് കയറാൻ തുടങ്ങി. ഇടയ്ക്ക് അവൻ്റെ കുഞ്ഞുകാലുകൾ വഴുതുന്നുണ്ടെങ്കിലും വീഴാതെ
അവൻ ആ പാറയിൽ പിടിച്ചു നിന്നു. അങ്ങനെ കുറച്ചേറെ നേരത്തെ ശ്രമത്തിനൊടുവിൽ അവൻ മുകളിലേക്കെത്തി. മുകളിലെത്തിയ ഉടൻ അവൻ ഹുസൈൻ്റെ അടുത്തേക്കാണ് ഓടിയത്. അനക്കമില്ലാതെ കിടക്കുന്ന ഹുസൈനെ അവൻ വിളിച്ചുണർത്താൻ ശ്രമിച്ചെങ്കിലും ഹുസൈൻ കണ്ണു തുറന്നില്ല. എന്നിട്ടും ദീപ് കരഞ്ഞില്ല. ഇടയ്ക്കിടയ്ക്ക് ഹുസൈൻ്റെ പേര് വിളിച്ചുകൊണ്ട് അവൻ ആ ശരീരത്തിനടുത്ത് തന്നെ ഇരുന്നു. അങ്ങനെ ഇരുന്ന് അവൻ ആ ശരീരത്തിൽ തല ചായ്ച്ച് തളർന്നുറങ്ങിപ്പോയി. തൻ്റെ സഹോദരൻ്റെ ശരീരം ഈച്ചകൾ പൊതിയാൻ തുടങ്ങിയപ്പോഴാണ് അവൻ ഉറക്കമുണർന്നത്. ആ ശരീരത്തിൽ ഈച്ചയായിരിക്കാതെ ദീപ് ഹുസൈൻ്റെ ശരീരം മണൽ കൊണ്ട് മൂടി. അതിനുശേഷം തൻ്റെ അച്ഛൻ്റെ കുഴിമാടത്തിൽ കണ്ടിട്ടുള്ളതുപോലെ അവൻ ആ മണലിന് മുകളിൽ കല്ലുകൾ പെറുക്കിക്കൊണ്ടുവച്ചു. രാത്രിയിലാണ് മൃഗങ്ങളുടെ ശബ്ദം കേട്ട് പേടിച്ച് അവൻ ആ പാറക്കെട്ടുകൾക്ക് മുകളിലേക്ക് കയറുന്നത്. രാത്രി മുഴുവൻ അവൻ അവിടെ ഇരുന്നുറങ്ങി. വെട്ടം വീണതോടെയാണ് അവൻ താഴേക്കിറങ്ങിയത്. തൊട്ടടുത്ത് വെള്ളമുണ്ടായിരുന്നിട്ടും അത് കോരിയെടുക്കാൻ കഴിയാതെ ദാഹിച്ച് തളർന്ന് അവൻ ആ വെള്ളത്തിലേക്ക് തന്നെ നോക്കിയിരുന്നു. അങ്ങനെ സമയം ഒരുപാട് കടന്നുപോയി. തന്നെ രക്ഷിക്കാൻ അവിടേക്ക് ആരെങ്കിലും വരുമെന്ന് പ്രതീക്ഷിച്ച ആ മണലിൽ കിടക്കുമ്പോഴാണ് ദൂരെ നിന്ന് ഒരൊട്ടകം അവിടേക്ക് നടന്നു വരുന്നത് ദീപ് കണ്ടത്. അവൻ വേഗം എഴുന്നേറ്റ് അതിനടുത്തേക്ക് ഓടിയപ്പോഴാണ് ആ ഒട്ടകത്തിന് മുകളിലൊരു മനുഷ്യനുണ്ട് എന്ന് അവന് മനസ്സിലായത്. അയാൾ തല കുമ്പിട്ടിരിക്കുകയാണ്. പേടി തോന്നിയെങ്കിലും അവൻ പതിയെ അയാൾക്കടുത്തേക്ക് നടന്നു. അനക്കമില്ലാതിരിക്കുന്ന ആ മനുഷ്യനെ വിളിച്ചുണർത്താൻ ശ്രമിക്കുമ്പോഴാണ് അത് തങ്ങളെ ആക്രമിച്ച കൊള്ളക്കാരിലൊരുവനാണ് എന്ന് ദീപ് തിരിച്ചറിഞ്ഞത്. ഒട്ടകത്തിന് പുറത്തുനിന്ന് നിലത്തേക്ക് വീണ അയാളെ ദീപ് നേരെ കിടത്തി നോക്കുമ്പോഴും അയാൾക്ക് അനക്കമുണ്ടായില്ല. ദീപ് വേഗം തന്നെ അയാളുടെ തോൽസഞ്ചി എടുത്ത് ആ കിണറ്റിൽ നിന്ന് വെള്ളം കോരി കുടിച്ചു. അതിനുശേഷം അവൻ ആ ഒട്ടകത്തിന് പുറത്തു കയറി അവിടെ നിന്ന് രക്ഷപ്പെടാൻ തുടങ്ങി. പക്ഷെ അവൻ എത്ര ശ്രമിച്ചിട്ടും നിലത്തിരിക്കുന്ന ആ ഒട്ടകം എഴുന്നേൽക്കാനോ മുന്നോട്ട് പോവാനോ കൂട്ടാക്കിയില്ല. അതോടെ ദീപ് വേഗം ചെന്ന് തങ്ങളുടെ സഞ്ചിയിൽ നിന്ന് 2 കല്ലുകളെടുത്ത് കൂട്ടിയുരച്ച് തീയുണ്ടാക്കി. അങ്ങനെ അടുത്ത് തീ കത്തിച്ചു വെച്ചാണ് അവനന്ന് രാത്രി ഉറങ്ങിയത്. ഉറക്കമുണർന്ന് നോക്കുമ്പോൾ ആ മരിച്ചു കിടന്നിരുന്ന മനുഷ്യൻ തന്നെ നോക്കി കിടക്കുന്നതാണ് അവൻ കണ്ടത്. അയാൾ അവനോട് വെള്ളം തരാമോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോഴാണ് അയാൾ മരിച്ചിരുന്നില്ല എന്ന് ദീപ് തിരിച്ചറിഞ്ഞത്. അയാൾക്ക് ജീവനുണ്ടായിരുന്നത് കൊണ്ടാണ് അയാളുടെ ഒട്ടകം തൻ്റെ ഒപ്പം വരാഞ്ഞത് എന്ന് ദീപിന് മനസ്സിലായി. അയാൾ ബോധമറ്റ് കിടക്കുകയായിരുന്നു. കാരണം അയാളുടെ കാലുകൾക്ക് വെടിയേറ്റിരുന്നു. വെള്ളവുമായി അയാൾക്കടുത്തേക്ക് ചെന്നപ്പോൾ ആ കാലിലെ മുറിവ് കണ്ടതോടെ അയാളാണ് ഹുസൈനെ വെടിവെച്ചത് എന്ന് ദീപ് തിരിച്ചറിഞ്ഞു. അയാൾ അവൻ കൊടുത്ത വെള്ളം കുടിക്കുന്ന തക്കം നോക്കി ദീപ് അയാളുടെ തോക്ക് കൈക്കലാക്കി. ആ തോക്ക് അയാൾക്ക് നേരെ ചൂണ്ടിപ്പിടിച്ചിട്ടും വെടിവെക്കാൻ ദീപിന് കഴിഞ്ഞില്ല. അയാൾ എഴുന്നേറ്റ് തന്നെ പിടിക്കാൻ നോക്കിയതും ദീപ് അയാളുടെ അടുത്ത് നിന്ന് വേഗം ഓടി മാറി. കാലിന് പരിക്കേറ്റിരുന്നത് കൊണ്ട് തന്നെ അവന് പിന്നാലെ പോകാൻ അയാൾക്ക് കഴിഞ്ഞില്ല. രക്ഷിക്കണേ എന്ന് ഉറക്കെ അലറിക്കൊണ്ട് ദീപ് അവിടെ നിന്ന് ഓടിപ്പോകുമ്പോൾ ആ കൊള്ളക്കാരൻ വിളിച്ചു പറഞ്ഞു, നിന്നെയോ എന്നെയോ രക്ഷിക്കാൻ ഇവിടെ ആരുമില്ല. നമ്മൾ ഈ മരുഭൂമിയിൽ ഒറ്റപ്പെട്ട് കിടക്കുകയാണ്. ദീപിനോട് തിരികെ ചെല്ലാനാണ് അയാൾ പറയുന്നത്. ദീപിന് മുന്നിൽ പരന്നു കിടക്കുന്ന മരുഭൂമി മാത്രമാണുള്ളത്. എവിടേക്ക് പോകണമെന്ന് അവനറിയില്ല. അടുത്തുള്ള കിണർ എവിടെയാണെന്നും അവനറിയില്ല. ഇപ്പോഴിവിടെ നിന്ന് പോയാൽ അവൻ ദാഹിച്ചു മരിക്കുമെന്ന് അവനറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ ആ കിണറിനടുത്തേക്ക് തിരിച്ചുപോയി. അങ്ങനെ വീണ്ടും രാത്രി എത്തി. ദീപ് മുൻപത്തെ പോലെ ആ മണലിൽ തീ കൂട്ടി. കുറച്ചു നേരമായിട്ട് ആ കൊള്ളക്കാരൻ്റെ ശബ്ദം കേൾക്കാനില്ല. അയാളിപ്പോഴും ആ ഇരുട്ടിലാണ്. ദീപാകട്ടെ അപ്പോഴേക്കും എഡ്വേർഡിൻ്റെ ആ പെട്ടി കൈക്കലാക്കിയിരുന്നു. പക്ഷെ താക്കോലില്ലാത്തത് കൊണ്ട് അവനത് തുറക്കാൻ കഴിഞ്ഞില്ല. അതോടെ അവൻ ആ പെട്ടിക്ക് മുകളിൽ കല്ലുകൊണ്ട് ഓരോന്ന് കൊത്തി വരയ്ക്കാൻ തുടങ്ങി. അതിൽ തുടരുത്, അത് അപകടമാണ്. ഇരുട്ടിൽ നിന്ന് അവൻ ആ കൊള്ളക്കാരൻ്റെ ശബ്ദം കേട്ടു. പതിയെ അയാൾ ഇഴഞ്ഞ് ദീപിനടുത്തേക്കെത്തി. ദീപ് അപ്പോഴും ആ തോക്ക് തൻ്റെ കയ്യിൽ കരുതിയിട്ടുണ്ടായിരുന്നു. തോക്ക് ചൂണ്ടി നിൽക്കുന്ന അവനോട് ആ കൊള്ളക്കാരൻ തന്നെ പേടിക്കേണ്ട, താൻ ഒന്നും ചെയ്യില്ല എന്ന് പറഞ്ഞു. പക്ഷേ ദീപ് തോക്ക് താഴ്ത്തിയില്ല. ആ കൊള്ളക്കാരനോട് അവൻ മിണ്ടാതിരിക്കാൻ ആവശ്യപ്പെട്ടു. അതോടെ അയാൾ അവനോട് ദേഷ്യപ്പെട്ടു. മിണ്ടാതിരിക്കാനോ? നിന്റെ ആളുകളല്ലേ എന്നെ ഈ അവസ്ഥയിലാക്കിയത് എന്ന് അയാൾ ചോദിച്ചപ്പോൾ, അവരെ നിങ്ങൾ കൊന്നില്ലേ എന്ന് ദീപ് തിരിച്ചു ചോദിച്ചു. ഞങ്ങളെ കണ്ടപ്പോഴേ നിങ്ങൾ കീഴടങ്ങിയിരുന്നെങ്കിൽ ഞങ്ങൾ വെടിവെക്കുമായിരുന്നോ? എന്തായാലും കഴിഞ്ഞത് കഴിഞ്ഞു. നീ ഇപ്പോൾ ആ തോക്ക് താഴ്ത്ത്. എന്നെ ദൈവം കൊല്ലാതെ വിട്ടത് എന്തിനാണെന്നറിയാമോ? ഈ മരുഭൂമിയിൽ നിന്നെ സംരക്ഷിക്കാനാണ്. ആ എന്നെ തന്നെ നീ കൊല്ലാൻ പോവുകയാണോ? ഇത് കേട്ട് എനിക്ക് നിങ്ങളുടെ സഹായം ആവശ്യമില്ല എന്ന് ദീപ് പറഞ്ഞപ്പോൾ, എങ്കിൽ എന്നെ കൊന്നെൻ്റെ ഒട്ടകത്തെയുമായി നീ രക്ഷപ്പെടാത്തത് എന്താണെന്നാണ് അയാൾ അവനോട് ചോദിച്ചത്. കാരണം നിനക്ക് ഈ മരുഭൂമിയിൽ ഒറ്റയ്ക്കിരിക്കാൻ പേടിയാണ്. എന്തായാലും ഞാനിവിടെ ഉണ്ടല്ലോ, സമാധാനമായി ഉറങ്ങിക്കൊള്ളൂ എന്ന് പറഞ്ഞ് അയാൾ ആ മണലിൽ ഉറങ്ങാൻ കിടന്നു. പക്ഷേ ദീപ് കിടന്നില്ല.
ആ കൊള്ളക്കാരൻ രാവിലെ ഉണർന്നു നോക്കുമ്പോൾ അവൻ ആ തോക്കും ചൂണ്ടി അവിടെ ഇരുന്നുറങ്ങുകയാണ്. അയാൾ പതിയെ ചെന്ന് അവൻ്റെ കയ്യിൽ നിന്ന് ആ തോക്ക് തട്ടിയെടുത്തു. അതിനുശേഷം ഇനി നീ സമാധാനമായി ഉറങ്ങിക്കൊള്ളാൻ അയാൾ അവനോട് പറഞ്ഞു. രാത്രി ഉറങ്ങാതിരുന്ന ദീപ് ആ മണലിലേക്ക് കിടന്നതറിയാതെ ഉറങ്ങിപ്പോയി. പിന്നീട് ആ കൊള്ളക്കാരൻ വിളിച്ചുണർത്തുമ്പോഴാണ് അവൻ ആ ഉറക്കത്തിൽ എഴുന്നേൽക്കുന്നത്. താൻ മണലിൽ ചുട്ടെടുത്ത ഭക്ഷണത്തിന്റെ ചാരം തട്ടിക്കളയാൻ അയാൾ അവനോട് പറഞ്ഞു. ചാരം തട്ടിയ ഭക്ഷണം ദീപ് അയാൾക്ക് കൊടുത്തപ്പോൾ അയാൾ അതിൻ്റെ പാതി മുറിച്ച് ദീപിന് കൊടുത്തു. ഭക്ഷണത്തിന് ശേഷം അയാൾ അവനോടൊരു സഹായം ചോദിച്ചു. തൻ്റെ കാലിൽ തറച്ച വെടിയുണ്ട കുത്തി പുറത്തെടുക്കാമോ എന്നാണ് അയാൾ ചോദിച്ചത്. അയാൾക്ക് അതൊറ്റയ്ക്ക് ചെയ്യാൻ കഴിയുമായിരുന്നില്ല. ദീപൊന്നും മിണ്ടാതെ ഹുസൈൻ്റെ തോക്കിൽ നിന്നുണ്ടായ ആ മുറിവിലേക്ക് കുറേ നേരം നോക്കിയിരുന്നു. അതിനുശേഷം അവൻ ആ കത്തി വാങ്ങി ആ മുറിവിൽ നിന്ന് ആ ബുള്ളറ്റ് കുത്തി പുറത്തെടുത്തു. ബുള്ളറ്റ് പുറത്തെടുത്ത ശേഷം അയാൾ അവനോട് ആ കത്തി തീയിൽ വെച്ച് ചുട്ടു പഴിപ്പിക്കാൻ ആവശ്യപ്പെട്ടു. അവൻ ആ കത്തി വാങ്ങി അത് ആ തീയിലേക്ക് വെക്കുമ്പോൾ കൊള്ളക്കാരൻ അവനെ അടുത്തേക്ക് വിളിച്ച് ആ തോക്ക് കൊടുത്തിട്ട് പറഞ്ഞു, എനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ നിനക്കിതാവശ്യം വരും. ദീപ ആ തോക്ക് വാങ്ങിയ ശേഷം ആ ചുട്ടുപഴുത്ത കത്തിയെടുത്ത് അയാളുടെ കയ്യിൽ കൊടുത്തു. അയാൾ ആ കത്തി തൻ്റെ മുറിവിലേക്ക് അമർത്തി വെച്ചു. ആ വേദന സഹിക്കാൻ കഴിയാതെ അയാൾ അപ്പോൾ തന്നെ ബോധമറ്റ് വീണു. അതുണ്ടാവുമെന്ന് അയാൾക്കറിയാമായിരുന്നിരിക്കണം. അതാണ് അയാൾ ആ തോക്ക് ദീപിനെ ഏൽപ്പിച്ചത്. കുറച്ചു നേരത്തിന് ശേഷം അയാൾ ഉണർന്നെണീക്കുമ്പോഴേക്കും ദീപ അവർക്ക് ഭക്ഷണം ചുട്ടെടുത്തിരുന്നു. ആ ഭക്ഷണം കഴിച്ച ശേഷം അയാൾ തൻ്റെ കയ്യിലുണ്ടായിരുന്നൊരു സിഗരറ്റ് പാക്കറ്റ് പുറത്തേക്കെടുത്ത് അതിൽ നിന്നൊരു സിഗരറ്റ് എടുത്ത് ദീപിന് നീട്ടി. പക്ഷേ അവനത് വാങ്ങിയില്ല. പകരം അത് ഇംഗ്ലീഷുകാരൻ്റേതല്ലേ എന്നാണ് അയാൾ അവനോട് ചോദിച്ചത്. അതിന് അയാൾ മറുപടിയൊന്നും പറഞ്ഞില്ല. നിന്റെ പേരെന്താണെന്നാണ് അയാൾ അവനോട് ചോദിച്ചത്. ദീപ് എന്നാണ് തൻ്റെ പേര് എന്ന് പറഞ്ഞപ്പോൾ അയാൾ അയാളുടെ പേരും അവനോട് പറഞ്ഞു. അയാളുടെ പേര് ഹസൻ എന്നായിരുന്നു. അങ്ങനെ ആ സംസാരത്തിനും ഒരു ഉറക്കത്തിനും ശേഷം ഹസൻ അവിടെ നിന്ന് പുറപ്പെടാൻ തയ്യാറായി. ഹുസൈൻ്റെ കുഴിമാടത്തിനടുത്തിരിക്കുന്ന ദീപിനോട് അയാൾ വിളിച്ചു പറഞ്ഞു, മരിച്ചവരാരും ഇനി തിരിച്ചു വരാൻ പോകുന്നില്ല. നിനക്ക് മരിക്കാതിരിക്കണമെങ്കിൽ എൻ്റെ ഒപ്പം വരൂ. ദീപ് പതിയെ അവിടെ നിന്ന് എഴുന്നേറ്റ് ഹസനൊപ്പം അയാളുടെ ഒട്ടകപ്പുറത്തേറി. അങ്ങനെ അവർ ആ കിണറിനടുത്ത് നിന്ന് യാത്ര തുടങ്ങി. ആ യാത്ര രാത്രിയിലും തുടർന്നു. അങ്ങനെ ഇരുട്ടിലൂടെ പോകുന്ന വഴിക്കാണ് നക്ഷത്രങ്ങളെ നോക്കി എങ്ങനെയാണ് നിങ്ങൾ വഴി കണ്ടുപിടിക്കുന്നത് എന്ന് ദീപ് ഹസനോട് ചോദിച്ചത്. അയാൾ ഏതൊക്കെയോ നക്ഷത്രങ്ങളെ ചൂണ്ടി എങ്ങനെയാണ് വടക്കും തെക്കും തിരിച്ചറിയുന്നതെന്ന് അവന് പറഞ്ഞു കൊടുത്തു. ദീപിൻ്റെ വീട് പടിഞ്ഞാറാണ്, പക്ഷെ ഇപ്പോൾ അവർ സഞ്ചരിക്കുന്നത് വടക്കോട്ടാണ്. അങ്ങനെ ആ രാത്രി മുഴുവൻ സഞ്ചരിച്ച് അവർ അങ്ങ് വടക്ക് ആ റെയിൽപാതയ്ക്കരികിലേക്കെത്തി. ദീപ് ആദ്യമായാണ് ഒരു റെയിൽപാത കാണുന്നത്. അതെന്തിനുള്ളതാണ് എന്ന് അവന് സംശയമായി. അതവന് മനസ്സിലാകുന്നത് പോലെ ഹസൻ പറഞ്ഞു കൊടുത്തു. ഒട്ടോമൻ പട്ടാളക്കാരെയും അവരുടെ ചരക്കുകളും വലിച്ചുകൊണ്ട് ഇവിടേക്ക് ഒരു ഇരുമ്പ് കഴുത വരാറുണ്ട്. അത് ഈ പാതയിലൂടെയാണ് വരുന്നത്. തീവണ്ടി എന്നാണ് അതിൻ്റെ പേര്. 1 മാസം നമ്മൾ ഒട്ടകപ്പുറത്തിരുന്ന് സഞ്ചരിക്കുന്ന ദൂരം തീവണ്ടി ഒരാഴ്ച കൊണ്ട് താണ്ടും. അങ്ങനെ അവർ മുന്നോട്ട് പോകുന്ന വഴിക്കാണ് ഒരു കൂട്ടം തോക്കുധാരികൾ അവർക്കടുത്തേക്ക് വരുന്നത്. അവർ എഡ്വേർഡിനെ അന്വേഷിച്ചിറങ്ങിയ അറബ് വിപ്ലവകാരികളായിരുന്നു. നിങ്ങൾ ആരാണ് എന്ന് അവർ ഹസനോട് ചോദിച്ചു. താൻ തീർത്ഥാടകരെ വഴി കാണിക്കുന്ന ആളാണെന്നാണ് അയാൾ അവരോട് പറഞ്ഞത്. ഇയാൾ പറയുന്നത് ശരിയാണോ എന്ന് അവർ ദീപിനോട് ചോദിച്ചു. അതെ എന്ന് അവൻ മറുപടി പറഞ്ഞു. അപ്പോഴാണ് അവർ ഹസൻ്റെ കയ്യിലുണ്ടായിരുന്ന എഡ്വേർഡിൻ്റെ തോക്ക് കാണുന്നത്. ഇതൊരു ഇംഗ്ലീഷ് തോക്കാണല്ലോ, നിങ്ങളൊരു ഇംഗ്ലീഷുകാരനെ കണ്ടിരുന്നോ എന്ന് വിപ്ലവകാരികൾ ചോദിച്ചു. അപ്പോൾ താൻ ആ തോക്ക് ഈജിപ്തിൽ വെച്ചൊരു ഇംഗ്ലീഷുകാരൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയതാണെന്നും ഇവിടെയെങ്ങും ഇംഗ്ലീഷുകാരെ കണ്ടില്ല എന്നും ഹസൻ മറുപടി പറഞ്ഞു. അക്കാര്യവും വിപ്ലവകാരികൾ ദീപിനോട് അന്വേഷിച്ചു. ഇംഗ്ലീഷുകാരനോ? അതാരാണെന്നാണ് അവൻ തിരിച്ചു ചോദിച്ചത്. പെട്ടെന്ന് അവരങ്ങനെ ചോദിച്ചപ്പോൾ ഹസനൊപ്പം നിൽക്കാനായിരിക്കണം അവന് തോന്നിയത്. അതോടെ അവരെ ആ വിപ്ലവകാരികൾ അവിടെ നിന്ന് പറഞ്ഞു വിട്ടു. അപ്പോഴേക്കും നേരം ഒരുപാട് വൈകിയിരുന്നു. അതുകൊണ്ട് തന്നെ അന്ന് രാത്രി അവിടെ വിശ്രമിച്ച് അവർ പിറ്റേന്നാണ് യാത്ര തുടർന്നത്. അങ്ങനെ വീണ്ടും അവർ റെയിൽപാതയ്ക്കടുത്തേക്ക് എത്തുമ്പോഴാണ് അവരാ കാഴ്ച കാണുന്നത്. തങ്ങൾ ഇന്നലെ കണ്ട വിപ്ലവകാരികളും സംഘവും അവിടെ കൊല്ലപ്പെട്ട് കിടക്കുന്നു. ഇവിടെ എന്താണ് സംഭവിച്ചതെന്ന് ദീപ് ചോദിച്ചു. തീവണ്ടി എത്തിയിരിക്കുന്നുവെന്ന് മാത്രമാണ് ഹസൻ മറുപടി പറഞ്ഞത്. അങ്ങനെ അവിടെ നിന്ന് കുറച്ചു നേരത്തെ യാത്രയ്ക്ക് ശേഷം അവർ എത്തുന്നത് ഒരൊട്ടോമൻ പട്ടാള ബേസിലേക്കാണ്. അവിടെ എത്തി താൻ കൊണ്ടുവന്ന വലിയ സഞ്ചിയും തോളിലിട്ട് ദീപിനോട് അവിടെ തന്നെ ഇരുന്നു കൊള്ളാൻ പറഞ്ഞ് ഹസൻ ആ കെട്ടിടത്തിനുള്ളിലേക്ക് പോയി. പക്ഷേ ദീപ് അവിടെ നിന്നില്ല. അവൻ ഹസനെ പിന്തുടർന്ന് അകത്തേക്ക് ചെന്നു.
ഹസൻ അപ്പോൾ ഒരു ഒട്ടോമൻ പട്ടാള ഓഫീസർക്ക് മുന്നിൽ നിൽക്കുകയായിരുന്നു. താൻ കൊണ്ടുവന്ന സാധനങ്ങൾ ഓരോന്നായി അയാൾ ആ ഓഫീസറെ ഏൽപ്പിക്കാൻ തുടങ്ങി. ആദ്യം ഒരു ഡയറിയാണ് അയാൾ കൊടുത്തത്. പിന്നെ കൊടുത്തത് എഡ്വേർഡിൻ്റെ പോക്കറ്റ് വാച്ചാണ്. ഹസൻ എഡ്വേർഡിൻ്റെ സാധനങ്ങൾ വിൽക്കുകയാണെന്ന് ദീപിന് മനസ്സിലായി. അക്കൂട്ടത്തിൽ ആ മരപ്പെട്ടിയും ഉണ്ടായിരുന്നു. എഡ്വേർഡിൻ്റെ പോക്കറ്റ് വാച്ചിലുണ്ടായിരുന്ന താക്കോൽ ഉപയോഗിച്ച് ആ ഓഫീസർ ആ പെട്ടി തുറന്നു. ആ മരപ്പെട്ടി ശരിക്കും ഒരു ഡെറ്റനേറ്റർ ആയിരുന്നു. അറബ് വിപ്ലവകാരികളോടൊപ്പം ചേർന്ന് ബ്രിട്ടീഷ് പട്ടാളം ഒട്ടോമൻ സേനയുടെ തന്ത്രപ്രധാനമായ ഹിജാസ് റെയിൽവേ സ്റ്റേഷൻ തകർക്കാൻ പദ്ധതിയിട്ടിരുന്നു. അതിനുവേണ്ടിയായിരുന്നു ആ ഡെറ്റനേറ്ററുമായി എഡ്വേർഡ് വിപ്ലവകാരികൾക്കടുത്തേക്ക് പുറപ്പെട്ടത്. അത് അത്രത്തോളം അപകടമായിരുന്നതുകൊണ്ടാണ് ആ പെട്ടിയിൽ തൊടുമ്പോഴെല്ലാം അയാൾ ദീപിനെ വഴക്ക് പറഞ്ഞിരുന്നത്. ഇതെല്ലാം മോഷ്ടിച്ച് വിൽക്കാൻ വേണ്ടിയാണ് ഹുസൈനെയും എഡ്വേർഡിനെയും മാർജിയെയും അയാൾ കൊന്നത് എന്ന യാഥാർത്ഥ്യം ദീപിൻ്റെ കുഞ്ഞു മനസ്സിൽ ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. അവനടങ്ങാത്ത ദേഷ്യത്തോടെയും സങ്കടത്തോടെയും ഹസനെ തന്നെ നോക്കിക്കൊണ്ടിരുന്നു. ഇതാരാണെന്ന് ആ പട്ടാളക്കാരൻ ചോദിച്ചപ്പോൾ തൻ്റെ മകനാണെന്നാണ് ഹസൻ മറുപടി പറഞ്ഞത്. അതോടെ ഹസന് പ്രതിഫലമായി കൊടുത്ത വെള്ളി നാണയങ്ങളിലൊന്ന് ആ പട്ടാളക്കാരൻ ദീപിനും വെച്ച് നീട്ടി. പക്ഷെ തൻ്റെ സഹോദരൻ്റെ രക്തത്തിൻ്റെ പങ്കുപറ്റാൻ അവൻ തയ്യാറായിരുന്നില്ല. അവനത് വാങ്ങാതെ പുറത്തേക്ക് നടന്നു. എന്നിട്ട് ആ ഒട്ടകത്തിൻ്റെ അടുത്ത് ചെന്ന സഞ്ചിയിൽ നിന്ന് അവൻ ആ തോക്ക് കൈക്കലാക്കി. ഹസൻ പണവും എണ്ണിക്കൊണ്ട് പുറത്തേക്ക് വരുമ്പോൾ കാണുന്നത് തനിക്ക് നേരെ തോക്ക് ചൂണ്ടി നിൽക്കുന്ന ദീപിനെയാണ്. തോക്ക് താഴ്ത്താൻ ഇത്തവണ ഹസൻ അവനോട് പറഞ്ഞില്ല. അവൻ തോക്ക് താഴ്ത്തില്ല എന്ന് അവൻ്റെ കണ്ണുകളിൽ നോക്കിയ ഹസന് മനസ്സിലായിരുന്നു. തൊട്ടടുത്ത നിമിഷത്തിൽ ദീപ് കാഞ്ചി വലിച്ചതും ഹസൻ അവിടെ വെടിയേറ്റ് വീണു. ആ താഴ്വരയാകെ പ്രകമ്പനം കൊണ്ട് ആ വെടിയൊച്ച കേട്ട് പട്ടാളക്കാരവിടേക്ക് ഓടിയെത്തി. ഇയാൾ എൻ്റെ സഹോദരനെ കൊന്നുവെന്ന് ദീപ് പറഞ്ഞപ്പോൾ അവനോട് അവിടെ നിന്ന് പോയിക്കൊള്ളാൻ ആ പട്ടാളക്കാരൻ പറഞ്ഞു. മരിച്ചു കിടക്കുന്ന ഹസൻ്റെ ശരീരവും എടുത്ത് പട്ടാളക്കാരവിടെ നിന്ന് പോകുമ്പോൾ അയാളുടെ ഒട്ടകം ദീപിനൊപ്പം പോകാൻ തയ്യാറായി. ഇരുമ്പ് കഴുത കൂകിപ്പാഞ്ഞെത്തുന്ന റെയിൽപാത ലക്ഷ്യമാക്കി അവൻ വീട്ടിലേക്ക് തിരിച്ചു. അപ്പോഴും അവൻ്റെ കുഞ്ഞു മനസ്സിൽ തൻ്റെ അച്ഛനും ചേട്ടനും തന്നെ പറഞ്ഞു പഠിപ്പിച്ച ആ പാഠമായിരിക്കാം ഉണ്ടായിരുന്നത്: ചെന്നായ്ക്കളോട് കൂട്ടുകൂടരുത്.